നമസ്കാരം. ഹരിതം സുന്ദരത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. തരിച്ചു കിടക്കുന്ന ഭൂമിയാണ് എന്നും കേരളത്തിൻ്റെ ശാപം. തരിശുഭൂമിയിൽ അന്നം വിളയിക്കുന്നതാകട്ടെ ദൈവികമായ പ്രക്രിയ. ഇത്തവണ അതിന് നേതൃത്വം നൽകിയത് രണ്ട് ചെറുപ്പക്കാരാണ്. രഞ്ജി മത്തായി എന്ന വക്കീലും ഷാനവാസ് എന്ന ട്രഷറി ഉദ്യോഗസ്ഥനും. കൊല്ലം ജില്ലയിലെ കരീപ്രയിൽ 5 ഏക്കർ വരുന്ന തരിശു പാടമാണ് ഇവർ ഹരിതാഭമാക്കി മാറ്റിയത്. അത്തരം കാഴ്ചകളിലേക്കാണ് ഇന്ന് ഹരിതസുന്ദരം മിഴി തുറക്കുന്നത്. കാണാം കരീപ്രയിലെ പച്ചക്കറി വിപ്ലവം. കൊല്ലം ജില്ലയിലെ 2 പഞ്ചായത്തുകളാണ് എഴുകോണും കരീപ്രയും. രണ്ടും ചരിത്രമുറങ്ങുന്ന ഭൂമികകൾ തന്നെ. കരീപ്രയാകട്ടെ നിരവധി വിപ്ലവങ്ങളുടെ നാട് തന്നെ. എഴുകോണിനും കരീപ്രയ്ക്കും ഇടയിലാണ് തൃപ്പലഴിയം. തൃപ്പലഴിയം ഏലയെ ഓർക്കാത്തവരില്ല. 2 ഗ്രാമങ്ങൾക്ക് അന്നം വിളയിച്ച ഭൂമിയാണ് തൃപ്പലഴിയം ഏല. കണ്ണെത്താ ദൂരത്തോളം വയലേലകൾ നിരന്നുകിടന്ന ഒരു കാലമുണ്ടായിരുന്നു. അവിടെ വിളഞ്ഞുമറിഞ്ഞ നെല്ലിനങ്ങൾ നിരവധി. കാർഷിക സമൃദ്ധിയുടെ ആ നല്ല നാളുകൾ മനസ്സിലേറ്റി തൃപ്പലഴിയം ഏലായിലൂടെ ഇന്ന് നടക്കുന്നവർക്ക് മനസ്സിൽ ഒരു നൊമ്പരം മാത്രം. വയലേലകളുടെ പച്ചപ്പ് തീരെയില്ല. എങ്ങും ഉണങ്ങി വരണ്ടുകിടക്കുന്ന ഭൂമി മാത്രം. തൃപ്പലഴിയത്തെ ഈ തരിശു നിലമാണ് 2 ചെറുപ്പക്കാർ ചേർന്ന് ഹരിതാഭമാക്കി മാറ്റിയത്. ഒരു ജീവിതവ്രതമായി അത് അവർ ഏറ്റെടുക്കുകയായിരുന്നു. കൊട്ടാരക്കര കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലായ രഞ്ജി മത്തായിയും ട്രഷറി ഉദ്യോഗസ്ഥനായ ഷാനവാസും ചേർന്നാണ് ഈ വിള ഒരുക്കുന്നത്. ആദ്യം ചില ചെറു പരീക്ഷണങ്ങൾ നടത്തി. മരച്ചീനിയിലും വാഴയിലുമായിരുന്നു അത്. എന്നാൽ അതല്ല പ്രശ്നം. കാത്തിരിക്കുക വേണം. വാഴയും മരച്ചീനിയുമൊക്കെ കുറഞ്ഞത് 1 വർഷം കാത്തിരുന്നാലേ ഇറക്കിയ വിള ലാഭമാണോ നഷ്ടമാണോ എന്നറിയാൻ കഴിയും. അതോടെ മനസ്സുമടുക്കും. ഇടയ്ക്ക് കാലാവസ്ഥയിൽ താളം തെറ്റലുകൾ വന്നാൽ ഒക്കെ മാറും. അതുകൊണ്ടുതന്നെ അതിലെ പരീക്ഷണം വേണ്ട എന്നു തന്നെ വെച്ചു. 10 കൊല്ലം പഞ്ചായത്ത് മെമ്പറായിരുന്ന അനുഭവം രഞ്ജിക്ക് കൂട്ടിനുണ്ട്. മാത്രമല്ല കൃഷിയുടെ ചുമതലയുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. ധാരാളം നാടുകൾ സന്ദർശിച്ച് കൃഷി കണ്ടു മനസ്സിലാക്കിയ അനുഭവം തന്നെയാണ് രഞ്ജിയെ പച്ചക്കറിയിലേക്ക് കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോയത്. കുറഞ്ഞത് 90 ദിവസം കൊണ്ട് വിളവെടുക്കാവുന്ന പച്ചക്കറിയിലായിരുന്നു പിന്നീട് ശ്രദ്ധ. ഷാനവാസും അങ്ങോട്ട് തിരിഞ്ഞു. തൃപ്പലഴിയം ഏലായിൽ കഴിഞ്ഞ 3 വർഷമായി ഈ ചെറുപ്പക്കാരുടെ പച്ചക്കറി വിപ്ലവഗാഥകളാണ് ഉയർന്നു കേൾക്കുന്നത്. തരിശായി കിടന്ന ഭൂമി നന്നായി ട്രാക്ടറിൽ കൊത്തിയിളക്കി. അടിവളം നന്നായി ചെയ്തു. കുറച്ചുകാലം മുമ്പ് വരെ കല്ലട ഇറിഗേഷൻ പദ്ധതിയിലെ വെള്ളം ഇടതുകര കനാലിലൂടെ തൃപ്പലഴിയത്ത് എത്തുമായിരുന്നു. അതുതന്നെയായിരുന്നു ഈ കൃഷിക്ക് പ്രധാനപ്പെട്ട കൂട്ട്. ജനുവരിയിൽ തന്നെ കനാൽ തുറക്കും. തെന്മല ഡാമിന്റെ ഇടതുകര കനാലിലൂടെ വരുന്ന വെള്ളം പച്ചക്കറി മുളകൾക്ക് ഈർപ്പം പകരും. മരച്ചീനിയിൽ നിന്നും വാഴയിൽ നിന്നും വിട്ടതിൽ പിന്നെ നല്ല പച്ചക്കറി തേടിയുള്ള യാത്രയായിരുന്നു. വെണ്ടയിലാണ് ആദ്യം ഒരു കൈ നോക്കിയത്. വെണ്ടയെന്നാൽ ഏറ്റവും മികച്ചതായിരിക്കണം എന്നിവർ നേരത്തെ തീരുമാനമെടുത്തു. അതുകൊണ്ടുതന്നെ മികച്ച സങ്കരയിനം വിത്തിനെ തന്നെ ഒപ്പം കൂട്ടി. സാക്ഷാൽ ഷാഹിബ, കോയമ്പത്തൂരിൻ്റെ സ്വന്തം വിത്ത്. ഉയർന്ന രോഗപ്രതിരോധ ശേഷിയുള്ള സങ്കരയിനം വിത്താണ് ഷാഹിബ. പതിവ് അനാമിക വേണ്ടെന്ന് വെച്ചു. 1.5 അടി അകലത്തിൽ നന്നായി കുഴികളെടുത്ത് ഷാഹിബ തന്നെ വിതച്ചു. ഏറിയാൽ 45-ാം പക്കം തന്നെ വെണ്ട പൂവിടും. പീതപുഷ്പങ്ങൾ നിരന്നപ്പോൾ വെണ്ടത്തോട്ടം കണ്ണിന് ഇമ്പം പകർന്നു. ഷാഹിബ വെണ്ടയാകട്ടെ കൊയ്ത്തിന് പാകമെത്തിയാൽ നല്ല മൃദുലമാവും. അധികം വലിപ്പം വയ്ക്കാത്ത കായ്കളാണ് ഷാഹിബയുടേത്. ലാവണ്യവും മൃദുലതയും ഏറും. കടിച്ചാൽ വെണ്ണ പോലെ അലിഞ്ഞുപോകുന്ന അനുഭവമാണ് ഷാഹിബയുടേത്. ആവശ്യക്കാർ അനവധിയുണ്ട് ഷാഹിബയ്ക്ക്. 90-ാം പക്കം വരെ തിരിതെടുത്ത് കായ്ക്കുന്ന വെണ്ട 90-ാം പക്കത്തിന് ശേഷവും വിളവെടുക്കാം. 4 മാസം എത്തുന്നതോടെ വിളവ് തീരും. ഉയർന്ന സങ്കരയിനം വിത്തായതിനാൽ വിളപരിക്രമം നടത്തി പിന്നെ വേറെയിടത്താണ് വിത്ത് പാകുക. വെണ്ടയെ പതിവ് ബാധിക്കുന്ന കീടങ്ങൾക്ക് ഇതോടെ ശമനമാകും. കൃഷി തുടങ്ങിയപ്പോൾ ആദ്യം കീടങ്ങളെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു.
പിന്നെ വളപ്രയോഗം അറിയത്തില്ലായിരുന്നു. അപ്പോൾ എൻ്റെ സുഹൃത്തായ സജു KSRTC ജോലിയുള്ള അയാൾ ഒരു മികച്ച കർഷകനാണ്. അദ്ദേഹം വന്ന് എനിക്ക് ആദ്യമേ ചീരയായിരുന്നു ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. ചീര ഇടാൻ അറിയത്തില്ലായിരുന്നു. അപ്പോൾ അയാളെ ചീര മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് കോഴിവളം ചേർത്ത് എങ്ങനെയാണെന്ന് കാണിച്ചു തന്നു. പിന്നെ അതിൻ്റെ വളപ്രയോഗങ്ങൾ, അത് കഴിഞ്ഞ് പന്തൽ അയാളാണ് ഈ പന്തലിടാൻ എന്നെ പഠിപ്പിച്ചത്. ആദ്യം ഞങ്ങൾ മുളയും ഒക്കെ ആയിട്ടായിരുന്നു കൃഷി ചെയ്തിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ പൈപ്പും സ്റ്റേ വയർ ഉപയോഗിച്ച് പന്തലിട്ട് അതിപ്പോൾ ഒരു 10 വർഷമായ പന്തലപ്പുറം. ഇപ്പോൾ 10 വർഷമായാലും കുഴപ്പമില്ല. കുറ്റിയൊക്കെ ഒന്ന് വലിച്ചടിച്ചാൽ മതി. അപ്പോൾ ഏകദേശം ഒരു പന്തലിടുന്നതിന് ഏതാണ്ട് ഞങ്ങൾക്ക് 35,000 രൂപയോളം ചിലവായിട്ടുണ്ട്. പക്ഷേ ഒരു വിളവിലൂടെ നമുക്കത് കിട്ടും. ആദ്യം പച്ചക്കറി ചെയ്തത് ചീരയായിരുന്നു. അന്നൊക്കെ 20 കിലോ 25 കിലോ കിട്ടുമായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം അങ്ങനെ കിട്ടിയിട്ട് കാര്യമില്ല. നമുക്കൊരു 100 കിലോ ഡെയിലി കൊടുക്കത്തക്ക രീതിയിൽ ചെയ്യണം. അതിന് നമ്മൾ ഇന്ന് 2 പണ ചീര ഇടും, അടുത്ത ദിവസം 2 പണ ഇടും. അങ്ങനെ ഡെയിലി 100 കിലോ ചീര കിട്ടത്തക്ക രീതിയിൽ ചെയ്തു. അപ്പോൾ ആദ്യമൊക്കെ വിപണിയിൽ കൊണ്ടു ചെന്നപ്പോൾ നമുക്ക് വില കിട്ടാതായി. ഒരുപാട് പേര് വന്നു. അപ്പം സ്ഥിരമായിട്ട് നമ്മൾ കൊടുക്കുന്നതിന് വേണ്ടി കടക്കാരുമായിട്ടൊരു ധാരണയെത്തി ഏകദേശം 40 രൂപ ക്രമത്തിൽ, വില ഉള്ളപ്പോഴും വില ഇല്ലാത്തപ്പോഴും 40 രൂപ ക്രമത്തിൽ കുണ്ട്ര, പിന്നെ 2 പച്ചക്കറിക്കട, കൊട്ടാരക്കര എന്നിവിടങ്ങൾ കൊടുക്കത്തക്ക രീതിയിൽ ഞങ്ങൾ ഡെയിലി 100 കിലോ ചീര കൊടുക്കുവാൻ. അത് കഴിഞ്ഞാണ് പാവലിടാൻ തുടങ്ങി. ആദ്യമൊക്കെ നാടൻ പാവലായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. പച്ചക്കറി പൊതുവെ നാടൻ ഇട്ടുകൊണ്ടിരുന്നത്. അതിനുശേഷം നമ്മൾ ഹൈബ്രിഡിലേക്ക് മാറി. ഹൈബ്രിഡിൽ പാവൽ എന്ന് പറയുന്നത് ഇത് മായ എന്ന ഇനമാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ പടവലം നാടനാണ്, കൗമുദി എന്ന ഇനമാണ്. പിന്നെ മുളക് ചെയ്യുന്നുണ്ട്. വെണ്ട ഷാഹിബ സുപ്രീം എന്ന ഇനമാണ് ചെയ്യുന്നത്. അത് നല്ല വിളവ് കിട്ടുന്നതാണ്. കീടശല്യമില്ല. പിന്നെ രോഗപ്രതിരോധ ശേഷിയുള്ളതാണ്. മഞ്ഞളിപ്പ് രോഗമുള്ളതാണ്. മറ്റ് വെണ്ടകളെ ഇടുമ്പോൾ മഞ്ഞളിപ്പ് ഉണ്ടാവും. ഈ ഷാഹിബ സുപ്രീമിന് മഞ്ഞളിപ്പ് രോഗം കുറവാണ്. ഇവിടെ ഷാനവാസ് ഒരു 10 വർഷത്തോളമായി അദ്ദേഹം ചെറിയ രീതിയിൽ കൃഷി ആരംഭിച്ചതാണ്. അപ്പം നിരന്തരം നമ്മളുമായി ബന്ധപ്പെടുകയും നമ്മൾ പരമാവധി പ്രോത്സാഹനങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കൃഷി വികസിപ്പിച്ച് ഇപ്പം വിവിധ വിളകൾ ഒരു 4-5 ഏക്കറോളം അദ്ദേഹം ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ശ്രീ രഞ്ജി മത്തായി അദ്ദേഹവും കൂടി ചേർന്നിട്ട് കൃഷി വളരെ വിശാലമാക്കിയിരിക്കുകയാണ്. ഇവിടെ തരിശായി കിടന്നിരുന്ന നിലങ്ങൾ പാട്ടത്തിലെടുത്താണ് അവർ കൃഷി ചെയ്യുന്നത്. പരമാവധി ഏരിയയിലേക്ക് അവർ കൃഷി വികസിപ്പിച്ച് കൊണ്ടുവരികയാണ്. ഇപ്പോൾ ഒരു വലിയ ഒരു മാറ്റമാണ് നമുക്കിവിടെ പച്ചക്കറി കൃഷിയിൽ ഉണ്ടായിട്ടുള്ളത്. പടവലത്തിലും ഒരു കൈ നോക്കി. നാടനായിരുന്നു പ്രാധാന്യം. ഒപ്പത്തിൽ കൗമുദി പടവലത്തെയും കൂട്ടി. വിശാലമായ നീലാംബര പന്തലിന് താഴെ PVC പൈപ്പുകളും കാറ്റാടി കഴയുമൊക്കെ ഉപയോഗിച്ച് വലിയ പന്തലുകളാണ് പടവലത്തിനായി തീർത്തത്. മുകളിൽ നിന്ന് താഴോട്ട് നീണ്ടു വളർന്ന് ഭൂമിയെ നമസ്കരിക്കാനായി നീളുന്ന പടവലത്തിന് പ്രത്യേക ശ്രദ്ധ തന്നെയാണ് ഈ ചെറുപ്പക്കാർ നൽകിയത്. നീണ്ടുരുണ്ട് മുഴുത്ത് മിനുത്തു വരുന്ന പടവലം ഏറെ ആകർഷകം തന്നെ. ബേബി പടവലവും നീണ്ട പടവലവും കൂട്ടത്തിലുണ്ട്. എന്നും ആവശ്യക്കാരുള്ള പച്ചക്കറി വിളയാണ് പടവലം. അവിയലിനും സാമ്പാറിനും കൂട്ടുകറിക്കുമെല്ലാം ഉത്തമം. പടവലത്തിന് വേനലിൽ നന്നായി പുതയിടണം. കഴിഞ്ഞ തുലാം മുതൽ ഇങ്ങോട്ട് മഴ കിട്ടിയില്ലെന്നേ ഉള്ളൂ. വരണ്ട മണ്ണിൽ സ്വന്തമായി കുത്തിയ കിണറിൽ നിന്ന് വെള്ളം കോരിയൊഴിച്ചാണ് ഈ ചെറുപ്പക്കാർ പടവലത്തെ നട്ടുവളർത്തുന്നത്. നാടനിനത്തിലും കൗമുദി ഇനത്തിലും വിളവേറെ കിട്ടി എന്നതാണ് ഇത്തവണത്തെ സന്തോഷം. തരിശുഭൂമിയിൽ മറ്റൊരിടത്ത് പാവലിനും സ്ഥാനമുണ്ട്. ഓരോ പച്ചക്കറിക്കും 30 സെന്റ് എന്ന ക്രമത്തിലാണ് ഇവർ മാറ്റിവെക്കുക. പാവലാകട്ടെ നാടൻ ഇനം കൂടാതെ മായ എന്ന കാർഷിക സർവകലാശാലയുടെ ഇനവുമുണ്ട്. പച്ചക്കറിയിൽ ഏറെ വിഷം തെളിക്കുന്ന ഇനമാണ് പാവയ്ക്ക. എന്നാൽ പൂർണ്ണമായും വിഷരഹിത പച്ചക്കറി വിളയിക്കണം എന്ന് തന്നെയാണ് ഷാനവാസും രഞ്ജിയും ആഗ്രഹിച്ചത്. വളങ്ങൾ പൂർണ്ണമായും ജൈവം. കീടനാശിനികളോ രാസവസ്തുക്കളോ തീരെയില്ല. വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതവും ഗോമൂത്രവുമൊക്കെ തന്നെയാണ് പ്രയോഗം. മഞ്ഞക്കാടിൻ്റെ കെണികളുയർത്തി പഴമീച്ചകളെ ആകർഷിച്ച് പിടിക്കും. പാളയൻകോടൻ പഴവും ശർക്കരയും ചേർന്ന മിശ്രിതവും ഇതിനായി ഉപയോഗിക്കും.
പച്ചക്കറികൾ ഏറെയുണ്ടെങ്കിലും പയറിനാണ് ഡിമാൻഡ് ഏറെ. എന്നും എപ്പോഴും വിജയിച്ചു നിൽക്കുന്ന വിള തന്നെയാണ് പയർ. പയറിൽ രണ്ടിനമാണ് കൃഷി. മങ്ങാടൻ പയറെന്ന നാടൻ ഇനവും കഞ്ഞിക്കുഴി പയർ എന്ന ആലപ്പുഴ ഇനവും. കഞ്ഞിക്കുഴി പയറാകട്ടെ 32 മണികളുള്ള പയറാണ്. മീറ്റർ പയർ എന്ന് നാടൻ ശൈലിയിൽ പ്രയോഗിക്കുന്ന കഞ്ഞിക്കുഴി പയറിന് ഏറെ സ്ഥാനം നൽകി. ചെറുപന്തലുകളിൽ ഉയർന്നു വന്ന പയർവള്ളികൾ തിരിതെടുത്ത് പൂത്ത് നന്നായി കുലച്ചു മറഞ്ഞു. കാറ്റുവന്ന് മുടിചീകിപ്പായുന്ന പയർത്തോട്ടത്തിലൂടെ കുലച്ചുമറിഞ്ഞ് വിളവെടുത്തത് കിലോ കണക്കിന് പയർ തന്നെ. കറിക്കൂട്ടുകളാവുമ്പോൾ എരിവിനും സ്ഥാനം വേണം. മുളകിനെ ഒപ്പം കൂട്ടി. കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഉജ്ജ്വല എന്ന ഇനത്തിനായിരുന്നു പ്രാധാന്യം. ഹരിതവർണ്ണം കൊണ്ട് ആരെയും ഭ്രമിപ്പിക്കുന്ന വിള തന്നെ ഉജ്ജ്വല. ഉജ്ജ്വല മൂത്ത് പഴുത്തു നിൽക്കുമ്പോൾ ചോര ചുവപ്പൻ നിറമുണ്ട്. ചുവപ്പിൻ്റെയും പച്ചയുടെയും വർണ്ണഭേദങ്ങളാൽ മുളകുതോട്ടം ആരെയും ആകർഷിക്കും. വഴുതനയെയും തക്കാളിയെയും ഒന്നും മറന്നില്ല. പൂസ പർപ്പിൾ ലോങ് ആണ് വഴുതന ഇനം. തക്കാളിയാകട്ടെ മറുനാടൻ വിത്തായ അർക്ക രക്ഷ തന്നെ. ബാംഗ്ലൂരിലെ ഇന്ത്യൻ കാർഷിക ഗവേഷണത്തിൻ്റെ ശാഖയിൽ നിന്നാണ് അർക്ക രക്ഷ തക്കാളി വിത്തിനത്തെ എത്തിച്ചത്. ദ്രുതവാട്ടത്തെ ഏറെ ചെറുക്കുന്ന വിത്തിനം തന്നെ ഈ തക്കാളി. ഒരു പ്രധാന പ്രതിസന്ധി എന്ന് പറയുന്നത് നമുക്ക് ജലദൗർലഭ്യമാണ്. മുമ്പെങ്ങും ഇല്ലാത്ത തരത്തിലുള്ള, എൻ്റെ ഒരു ഓർമ്മയിൽ ഒരു 10-15 വർഷത്തിനകത്ത് വെച്ച് ഇത്ര കടുത്ത ഒരു ഉണക്കുണ്ടായിട്ടില്ല. ഇതൊരു വലിയ വെല്ലുവിളിയാണ്. കാര്യം മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഉണങ്ങേണ്ട ഉണക്കാണ് ഇപ്പോഴീ നവംബർ ഡിസംബർ ആയപ്പോഴേ ഉണങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആ വിളവ് പ്രതീക്ഷിച്ച് വന്നതൊക്കെ പോയി. ഇനിയിപ്പോൾ നമ്മൾ 2 കിണർ ഇവിടെ കുഴിച്ചിട്ടുണ്ട്. നമ്മുടെ എല്ലാവരും പ്രതീക്ഷ ഇറിഗേഷൻ്റെ തെന്മല പദ്ധതി, കലട ഇറിഗേഷൻ്റെ തെന്മല പദ്ധതിയിൽ നിന്നുള്ള വെള്ളം, ഇടതുകര കനാൽ, അത് തുറന്നു വിട്ടാൽ ഒരാഴ്ചയ്ക്കകത്ത് വെള്ളം നമ്മുടെ ഈ പാടങ്ങളിലെല്ലാം നിറയും. നമുക്കതായിരുന്നു ഒരു പ്രതീക്ഷ. പക്ഷേ ഇത്തവണ അതും പ്രതിസന്ധിയിലാണ്. കാരണം ഡാമിൽ വെള്ളം കുറവായതുകൊണ്ട് അത് തുറന്നു വിടാനുള്ള ചാൻസ് കുറവാണ്. പൂർണ്ണമായിട്ടും ജൈവവളമാണ് ഉപയോഗിക്കുന്നത്. അല്പം രാസവളം നമ്മൾ പ്രയോഗിക്കാതെ പറ്റത്തില്ല. ജൈവവളം എന്ന് പറയുന്നത് ഈ കടലപ്പിണ്ണാക്ക് ആണ് രണ്ടാം വളമായിട്ട് ഉപയോഗിക്കുന്നത്. ആദ്യ വളം എന്ന് പറഞ്ഞാൽ നമ്മൾ നടുന്ന സമയത്ത് ഈ എല്ലുപൊടി 10 കിലോ എല്ലുപൊടി, 10 കിലോ വേപ്പും പിണ്ണാക്ക്, ഇത് സമാസമം കൂട്ടിയിളർക്കാണ് നമ്മൾ വിത്ത് നടുന്നത്. അതിനുശേഷം കിളിർത്ത് വന്നതിന് ശേഷമാണ് കടലപ്പിണ്ണാക്ക് എന്ന് പറയുന്നത്. അത് വില കൂടിയ കടലപ്പിണ്ണാക്ക്, നമ്മുടെ വിപണിയിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഒരു 62 രൂപ കിലോയ്ക്ക് വിലയുള്ള കടലപ്പിണ്ണാക്ക് പൊടിച്ച് നമ്മൾ അതിൻ്റെ മൂട്ടിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേന്ന് തന്നെ നമുക്ക് അതിൻ്റെ ഫലം അറിയാനായിട്ട് പറ്റും. നമ്മൾ പച്ചക്കറി കൃഷിയിൽ നമുക്ക് പച്ചക്കറി വികസന പദ്ധതി നമ്മൾ കൃഷി വകുപ്പ്, നമ്മുടെ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഈ പച്ചക്കറി കർഷകർക്ക് അവർക്ക് ആവശ്യമായ വിത്തും വളവും വാങ്ങുന്നതിനുള്ള സാമ്പത്തിക സഹായം നമ്മൾ ചെയ്യാറുണ്ട്. വിത്ത് വളവും വാങ്ങുന്നതിന് അവരുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ പൈസ എത്തിച്ചു കൊടുക്കുക. നേരത്തെ നമ്മൾ അവരുടെ വിത്തും വളവുമായി നമ്മൾ നൽകിയിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിൻ്റെ പൈസ അവരുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കുക. അവർക്ക് താല്പര്യമുള്ള വിത്ത് താല്പര്യമുള്ള സ്ഥാപനത്തിൽ നിന്ന് വാങ്ങി അവർക്ക് താല്പര്യമുള്ള വെറൈറ്റി നമുക്ക് നടാൻ കഴിയും. അവരുപയോഗിക്കുന്ന വളത്തിനുമൊക്കെ നമ്മളത് വെരിഫൈ ചെയ്തിട്ട് അവർക്ക് സബ്സിഡി നൽകുകയാണ് ചെയ്യുന്നത്. നമ്മൾ 1 ഹെക്ടറിന് 15,000 രൂപ വരെ സബ്സിഡി അവരുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കാറുണ്ട്. ഇത് പച്ചക്കറി കൃഷി ചെയ്യുന്ന ചെറിയ കർഷകർക്ക് അവർക്ക് വിത്തും ഒക്കെ സൗജന്യമായി ചെറിയ അടുക്കളത്തോട്ടം പോലുള്ളവർക്ക് ചെയ്യാറുണ്ട്. വലിയ വ്യവസായ അടിസ്ഥാനത്തിൽ ചെയ്യുന്നവർക്കാണ് നമ്മൾ ഇത്തരത്തിൽ ചെയ്യുന്ന വിപണനം ലക്ഷ്യമാക്കി കൃഷി ചെയ്യുന്ന കർഷകർക്കാണ് നമ്മൾ ഇത്തരത്തിൽ ചെയ്യുന്നത്. നമ്മൾ പ്രധാനമായും പച്ചക്കറി വികസന പദ്ധതി, നെൽകൃഷി വികസന പദ്ധതി, ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ നടപ്പാക്കുന്ന പദ്ധതികൾ. അതുകൂടാതെ നമ്മളെ ഈ കാർഷിക വിജ്ഞാന വ്യാപനത്തിനായി തന്നെ ക്രോപ്പ് ഹെൽത്ത് മാനേജ്മെൻറ്റ് പ്രോഗ്രാം, ലീഡ്സ് പദ്ധതികൾ, അതൊക്കെ നമ്മുടെ പ്രാദേശിക കൃഷി വിജ്ഞാന വ്യാപനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പദ്ധതികളും ഡെമോൺസ്ട്രേഷൻ പദ്ധതികളും ഒക്കെയാണ് നമ്മളിപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പം ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മൾ കാർഷികമായി മുന്നേറാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കാലാവസ്ഥ നമ്മളെ പിന്നോട്ടടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ കരിപ്ര പഞ്ചായത്തിൽ തന്നെ 110 ഹെക്ടർ നെൽകൃഷി നമ്മൾ 2 സീസണിലായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്രാവശ്യം നമുക്കൊരു ഒന്നാം വിളയ്ക്ക് നമുക്ക് കുഴപ്പമില്ല എങ്കിൽ രണ്ടാം വിള നമുക്ക് പകുതി പോലും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വളരെ ദുഃഖം. അപ്പോൾ നെൽകർഷകർ വളരെ നിരാശരാണ്. സ്ഥിരമായി 2 പൂവും ചെയ്തുകൊണ്ടിരുന്ന കർഷകർക്ക് വെള്ളമില്ലാത്തതിൻ്റെ ഒരു നിലനിൽക്കാനോ കൃഷി ചെയ്യാനോ കഴിഞ്ഞില്ല. അപ്പോൾ ചെയ്ത കർഷകരുടെ തന്നെ കൃഷി നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളമില്ലാതെ എല്ലാം വരണ്ട് കൃഷി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
ശീതകാല പച്ചക്കറി വിളകൾ തരിശുനിലത്തിൽ വിളയില്ല എന്ന് പലരും പറഞ്ഞു. അതൊന്നും രഞ്ജിയും ഷാനവാസും കേട്ടില്ല. മൂന്നാറിൽ നിന്ന് വിത്തെത്തിച്ച് ഒരു പരീക്ഷണം തന്നെ നടത്താൻ തീരുമാനിച്ചു. കോളിഫ്ലവർ വിളഞ്ഞു കിടക്കുന്നത് കണ്ടില്ലേ, ആരുടെയും കണ്ണുനിറഞ്ഞു പോകും. നാട്ടിലെ പ്രാദേശിക വിൽപ്പനയാണ് പച്ചക്കറിയിൽ ഏറെയും. തൃപ്പലഴിയം ഏലായിൽ വിളവെടുപ്പുണ്ട് എന്ന് അറിഞ്ഞാൽ മാത്രം മതി, ഒരു ഗ്രാമമാകെ അങ്ങോട്ടേക്കൊഴുകും. വിളവെടുപ്പിന് മുന്നിൽ നിൽക്കുന്നത് രഞ്ജിയും ഷാനവാസും തന്നെ. വിളവെടുപ്പിന്റെ അന്ന് അവധിയെടുക്കും. പച്ചക്കറി വിളവിന്റെ 90 പക്കത്തിനിടയിൽ 3 ആഴ്ച കൂടുമ്പോൾ വിളവെടുപ്പ് തന്നെ. വിളവെടുപ്പ് തൃപ്പലഴിയ മേലയിലെ ഉത്സവം തന്നെയാണ്. പ്രാദേശിക വിൽപ്പന കൂടാതെ തൊട്ടടുത്തുള്ള സ്വകാര്യ വിപണിയിലേക്കും പച്ചക്കറികൾ എത്തിക്കുന്നുണ്ട്. സ്വകാര്യ വിപണിയിൽ വില ഏറെ ലഭിക്കും എന്നതിനാൽ ആ സാധ്യതയും തള്ളിക്കളഞ്ഞില്ല. പാവയ്ക്കായ്ക്കും പടവലത്തിനും വെണ്ടയ്ക്കും വഴുതനയ്ക്കുമൊക്കെ ഇവിടെ ഡിമാൻഡ് ഏറെയാണ്. തൃപ്പലഴിയം ഏല എന്നാൽ ജൈവ ഏല എന്ന ഒരു ഖ്യാതി ഇതിനകം തന്നെ ഉണ്ടായിക്കഴിഞ്ഞു. വിഷം തീണ്ടാത്ത പച്ചക്കറി നല്ല മണ്ണിൽ നിന്ന് കിട്ടുമെന്നറിഞ്ഞാൽ അവിടേക്ക് ആളുകൾ ഒഴുകിയെത്തും. നല്ല മണ്ണിൽ നിന്ന് നല്ല ഭക്ഷണമുണ്ടാക്കുവാൻ പകലന്തിയോളം കഷ്ടപ്പെടുവാൻ ഇവർ തയ്യാറാണ്. ജോലിസമയത്ത് കിട്ടുന്ന ഇടവേളകളിലും പ്രഭാതത്തിലും പ്രദോഷത്തിലുമൊക്കെ തോട്ടത്തിലിറങ്ങി വിയർക്കുവാൻ രഞ്ജിയും ഷാനവാസും എപ്പോഴും തയ്യാർ. പച്ചക്കറിയിൽ ശ്രദ്ധിക്കേണ്ടത് നിരവധി ഘടകങ്ങളാണ്. നന്നായി ഉഴുതുമറിച്ച് അടിവെള്ളം ചേർത്ത മണ്ണിൽ മാത്രമേ ഈ പ്രക്രിയയ്ക്ക് മുതിരാവൂ. ഈരില പൊടിക്കുമ്പോൾ തന്നെ ശ്രദ്ധ വേണം. പച്ചക്കറികളെ ബാധിക്കുന്ന ചെറുകീടങ്ങൾ, വളർച്ചയെ ബാധിക്കുന്ന ഘടകങ്ങൾ, മണ്ണിലെ പോഷകങ്ങൾ, ഇവയിലെല്ലാം ഒരു നോട്ടം വേണം. ഓരോന്നും ഓരോ സമയത്തും കണ്ടെത്തി കൃത്യമായ പ്രതിവിധി ചെയ്താലേ 90-ാം പക്കം വിളവ് ഏറെ കിട്ടും. മോശപ്പെട്ട വിളകളെ തുടക്കത്തിൽ തന്നെ ഒഴിവാക്കുകയും വേണം. അത്തരം ഒഴിവാക്കൽ പ്രക്രിയയിലൂടെയാണ് തോട്ടത്തെ എന്നും ഹരിതാപമാക്കി നിർത്താൻ കഴിയുക. വിപണിയിൽ ഏറെ ശ്രദ്ധിക്കണം. വിപണിയിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളെക്കുറിച്ച് നല്ല ബോധം ഉണ്ടായിരിക്കണം. അക്കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുവാൻ ഷാനവാസിനും രഞ്ജിക്കും ഏറെ ഹരം. വളം ഏറെ പ്രധാനമാണ്. മണ്ണിലെ ചെറു സൂക്ഷ്മ മൂലകങ്ങളുടെ അളവാണ് വളം ചേർക്കുന്നതിലെ പ്രധാന കണ്ണി. അമിതവളം അപകടമാണ്. കൃത്യമായി മണ്ണ് പരിശോധിച്ച് കുറവുള്ളത് മാത്രം ചേർക്കുക എന്ന തന്ത്രമാണ് രഞ്ജി അനുവർത്തിക്കുന്നത്. ഉണക്കച്ചാണകം തന്നെ പച്ചക്കറിക്ക് ഏറ്റവും കേമം. അതാവുമ്പോൾ എല്ലാ പ്രധാന മൂലകങ്ങളും സൂക്ഷ്മ മൂലകങ്ങളും ഒപ്പം ചേരും. പച്ചക്കറികൾ മുളപ്പിച്ചെടുക്കുവാൻ ഗ്രോ ബാഗിൻ്റെ പരീക്ഷണവും തൃപ്പലഴിയം ഏലായിൽ നടക്കുന്നുണ്ട്. പുതുവിളകൾക്ക് ഗ്രോ ബാഗുകളിൽ തന്നെയാണ് സ്ഥാനം. ഗ്രോ ബാഗിൽ നിന്ന് മാറ്റി നടണോ വേണ്ടയോ എന്ന് വിളയുടെ ചൈതന്യം നോക്കി തന്നെ മനസ്സിലാക്കും. ചൈതന്യമുള്ള വിളയെങ്കിൽ ഉടൻ തന്നെ മാറ്റി ഏലായിലേക്ക് നടുക എന്ന രീതിയാണ് അവലംബിക്കുന്നത്. പുതുപച്ചക്കറികളായ ലെറ്റ്യൂസും ക്യാരറ്റുമൊക്കെ പരീക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ ചെറുപ്പക്കാർ. എന്തായാലും തവിട്ട് നിറത്തിൽ ഉണങ്ങി വരണ്ടു കിടന്ന തൃപ്പലഴിക മേല ഇന്ന് ഹരിതാപ നിറഞ്ഞ വിശാലമായ 70 mm ഭൂമികയാണ്. അതിലേക്ക് നോക്കുന്ന ആരുടെയും മനവും മേനിയും തളിർക്കും. മനസ്സിൽ ഒരു ഈരിലെയെങ്കിലും പൊടിച്ചു വരാത്തവരായി ആരുമുണ്ടാവില്ല. അവർക്കായി കൃഷിസ്നേഹത്തിൻ്റെ പാഠങ്ങൾ കൂടി പകർന്നു നൽകുകയാണ് ഈ ചെറുപ്പക്കാർ. പുതുതായി കൃഷിയിലേക്ക് വരുന്ന കർഷകരെ, താല്പര്യമുള്ള കർഷകരെ നമ്മൾ ഫീൽഡിൽ തന്നെ കണ്ടെത്തി അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. അവർക്ക് ചെറിയ രീതിയിൽ കൃഷി ചെയ്യുന്നവർക്ക് ആവശ്യമായ ഇൻപുട്സ് നമ്മുടെ കരിപ്ര പഞ്ചായത്തിൽ തന്നെ ഒരു കരിപ്ര വെജിറ്റബിൾ ഫാർമിംഗ് ക്ലസ്റ്റർ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഇൻപുട്ട് സെൻറ്റർ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് ആവശ്യമുള്ള വിത്തും തൈകളും ഒക്കെ അവിടെ ആ സെൻറ്റർ മുഖാന്തരം അവർക്ക് ലഭ്യമാക്കുന്നുണ്ട്. അപ്പോൾ അവരുൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ അവിടെ എടുത്തിട്ട് പ്രാദേശികമായി നമ്മൾ വിൽപ്പന നടത്തുന്നുണ്ട്. പുതിയ കർഷകർക്ക് എനിക്ക് കൊടുക്കാനുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ലാഭത്തേക്കാൾ ഉപരി മാനസിക ഉല്ലാസം, അതാണ് പ്രധാനമായിട്ടുള്ളത്. ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് പലവിധ ടെൻഷനുകളും മറ്റു കാര്യങ്ങളും ഉണ്ടെങ്കിലും ഒരു അരമണിക്കൂർ ഒരു ദിവസം തൻ്റെ കൃഷിയിടത്തിൽ ഈ പച്ചക്കറി ആയാലും പച്ചപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് നിന്നാൽ തീർച്ചയായിട്ടും അതിൽ നിന്നെല്ലാം നല്ലൊരു വിടുതൽ അദ്ദേഹത്തിനുണ്ടാകും. മാനസിക ഉല്ലാസം ഭയങ്കരമാണ്. അത് മാത്രമാണ് ഇതിനകത്ത് ഞാൻ പ്രധാനമായിട്ട് കാണുന്ന ഒരു നേട്ടം. ഭൂമിയുടെ പ്രാർത്ഥനയാണ് വിളകളുടെ ഉയർച്ചയ്ക്ക് പിന്നിൽ. മനുഷ്യരുടെ പ്രയത്നം കൂടി ചേരുമ്പോൾ അത് പൊന്നുപോലെ വിശുദ്ധമായി മാറും.
വിശുദ്ധിയുടെ വിളവ് വിരിയിക്കുന്ന രഞ്ജിക്കും ഷാനവാസിനും എല്ലാ ഭാവങ്ങളും നേരാം.